بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين صدق الله وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വളരെ പുണ്യമായ ഒരു കർമ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തവരും അതിനുവേണ്ടി അവരെ യാത്രയാക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായിരിക്കുന്ന ആളുകളുമൊക്കെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ റൗള ഷരീഫ്, ഇത് രണ്ടും സിയാറത്ത് ചെയ്ത് കർമ്മമായ ഉംറയും സുന്നത്തായ സിയാറത്തും ചെയ്ത് നിർവഹിച്ചു വരാനുള്ള ഒരു നിയ്യത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത 21-ാം തീയതി പുറപ്പെടാനിരിക്കുന്നത്. വളരെ അതിശ്രേഷ്ഠമായ ഉംറയുടെ കർമ്മം നമുക്കറിയാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പടച്ച തമ്പുരാൻ എന്തിനത് നിർബന്ധമാക്കി, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ലക്ഷ്യമാണ് നമ്മളിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ സവിസ്തരമായി ഉംറയുടെയും ഹജ്ജിൻ്റെയും ക്ലാസ്സുകളെ വിവരിച്ചുകൊണ്ട് പറയാവുന്ന ഒരു സദസ്സല്ലത്. നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉംറയുടെ കർമ്മരംഗങ്ങൾ, അതിൻ്റെ അർക്കാനുകളും വാജിബാത്തുകളും സുന്നത്തുകളൊക്കെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് ഒന്ന് ചുരുക്കി പറയേണ്ട സദസ്സാണ്. ബാക്കി ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ ഫളായിലുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും ഒക്കെ നമ്മൾ പുറപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് ബസ്സിൽ വെച്ചും പിന്നെ മക്കയിലും നല്ല ഹോട്ടലും സൗകര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മൾ ഇഷ്ടംപോലെ ക്ലാസ് കൊടുക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സദസ്സുകളെല്ലാം സംഘടിപ്പിക്കാനും സിഹത്തോടെ ആഫിയത്തോടെ മഖബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ ചെയ്തു വരാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉംറയുടെ കർമ്മങ്ങളാണ്. ഇന്ന അവല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് ആദ്യമായി പണിത ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഭവനം, അത് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ആ പ്രദേശമാണ്. അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തന്നെ അവിടെ തവാഫുകളും ഹജ്ജിൻ്റെ അന്നത്തെ കർമ്മങ്ങളുമൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട്. അത്തരം സംഭവങ്ങളെ കുറച്ച് ഹദീസിൽ തന്നെ ധാരാളം കാണാൻ സാധിക്കും. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പണിതു എന്നൊക്കെ പറയുന്നത്, അത് ദ്രവിച്ചു പോയ കാലക്രമേണ വന്ന ജലപ്രളയം കൊണ്ടും മറ്റുമൊക്കെ വന്നു പോയ തേഞ്ഞു മാഞ്ഞു പോയതിനു ശേഷം രണ്ടാമത് ആ സ്ഥാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഭവനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഏതായാലും ഉണ്ട്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ആകാശലോകത്തുള്ള ഒരു ഭവനത്തിൽ 70,000 മലക്കുകൾ ദിനം പ്രതി തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. 70,000 മലക്കുകൾ ചുറ്റി ഇങ്ങനെ കറങ്ങുകയാണ്. ഒരു ദിവസം അവിടെ തവാഫ് ചെയ്ത ഒരു മലക്കും പിന്നെ ഖിയാമത്ത് നാൾ വരെയും അങ്ങോട്ട് വരുന്നില്ല എന്നാണ്. അപ്പോൾ പുതുതായി വരുന്ന 70,000 മലക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ എണ്ണം എത്രയും. ആ കാബാലയത്തിൻ്റെ നേരെ മുകളിലുള്ള ആ ബൈത്തുൽ മാമൂറിൽ നിന്ന് ഒരു കല്ല് ഭൂമിയിലേക്ക് ഇട്ടാൽ നേരെ വന്ന് പതിക്കുന്ന സെൻ്ററാണ് ഇന്നത്തെ പരിശുദ്ധമായ കഅബാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അതുകൊണ്ട് ഇതിന് അള്ളാഹുവിൻ്റെ അർശി ലോകവുമായിട്ട് വലിയ ബന്ധമുണ്ട് പടച്ചവന്. അപ്പോൾ അതാണ് അല്ലാഹു തആല ആ രീതിയിൽ ഇതിനെക്കുറിച്ച് ഇന്ന അവല ബൈത്തിൻ വുദിയ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്നൊക്കെ പറയേണ്ടതാണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം ഈ പരിശുദ്ധമായ കഅബാലയത്തിൽ അതിൻ്റെ നിർമ്മാണം മുതൽ ഇന്നേ വരെയും
ഇതേ രീതിയിൽ മലായിക്കത്തുകളാലും പല ജന്തുക്കളാലും ഒക്കെ തവാഫ് നടന്നുകൊണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചരിത്രം അതിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ സഹാബത്തിൻ്റെ ഉത്തമ നൂറ്റാണ്ടിൻ്റെ കാലഘട്ടങ്ങളിൽ തന്നെ, അമവിയ ഭരണകാലഘട്ടങ്ങളിലുമൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്ത സമയമൊക്കെ ഉണ്ടായപ്പോൾ 3 ദിവസത്തോളം ഒരു മനുഷ്യനും അങ്ങോട്ട് അടുത്ത് തവാഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടെ ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. താരീഖിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്, ആ ദിവസം അത്രയും ഒരൊട്ടകം അവിടെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണപ്പെട്ടു എന്നാണ്. ഒരൊട്ടകം അവിടെ ആളുകളുടെ തവാഫ് നിലച്ച ആ സന്ദർഭത്തിൽ ഒട്ടകം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അത്ഭുതങ്ങളാണ്. അള്ളാഹുവിൻ്റെ പക്ഷിപ്പറവകൾ ഇതെല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചുറ്റിക്കറക്കം തന്നെയാണ് അള്ളാഹു അവൻ്റെ എല്ലാ പ്രവാചകന്മാർക്കും കൊടുത്തിട്ടുള്ളത്. എന്നാലോചിച്ച് നോക്കി. അപ്പം അതുകൊണ്ട് യാത്ര, പ്രപഞ്ചത്തിലെ സൂര്യനും ചന്ദ്രനും പ്രപഞ്ചത്തിൻ്റെ സൗരയുധങ്ങളൊക്കെയും കറങ്ങുക തന്നെയാണ്. ഈ കറക്കം അള്ളാഹുത്താല അവൻ്റെ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ മുഴുവൻ കൊടുത്തു, ഇല്ലേ? എല്ലാ നബിമാരും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു മഹത്വമുണ്ട്. അപ്പോൾ നമ്മൾ കേവലം ഇവിടുന്ന് ഉംറക്ക് പുറപ്പെടുമ്പോൾ ആ പുറപ്പെട്ടിട്ട് അവിടെ തവാഫ് ചെയ്യുന്ന ആ കറക്കം മാത്രമൊന്നുമല്ല, യാത്ര മുതൽ തന്നെ വലിയൊരു ഇബാദത്താണ്. തുടക്കം തന്നെ ഹജ്ജിനും ഉംറക്കും പോകുന്ന മനുഷ്യൻ യാത്ര ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു വരും, ഒരുപാട് വ്യതിയാനങ്ങൾ അവൻ്റെ സ്വഭാവത്തിൽ വരും. അവന് അള്ളാഹുവുമായിട്ടുള്ളൊരു സാമീപ്യത്തിൻ്റെ ചിന്ത അതിലൂടെ തന്നെ വന്നു വരുന്നുണ്ട്. എത്രയോ ആളുകളുണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ വിഷമം പ്രകടിപ്പിക്കുന്ന ആളുകൾ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും ഒരു ദിവസം പോലും വിട്ടു നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ മക്കളെയും കുട്ടികളെയും വിട്ടുപിരിഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വൈമനസ്യം കാണിച്ച് എത്രയോ പ്രായം ചെന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. അവർക്കൊക്കെയാണ് അത് വല്ലാതെ. കാരണം ജീവിതത്തിൽ ദീനിൻ്റെ യാത്ര എന്ന് പറഞ്ഞ യാത്ര ചെയ്തു നോക്കിയിട്ടില്ല അങ്ങനത്തെ ആളുകൾ. അപ്പോൾ പ്രവാചകന്മാർ അത്രയും അള്ളാഹു തആല ചുറ്റിക്കറക്കി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും കാബയുമായി വലിയൊരു ബന്ധമുണ്ട്. ഇബ്രാഹിം നബിയുടെ യാത്രയെ പറ്റി ഒന്ന് പരിശോധിച്ച് നോക്കി. ബസ്രയിൽ നിന്ന് ഇബ്രാഹിം നബി ഇറാഖിൽ നിന്ന് പോവുകയാണ് ഈ മക്കയിലേക്ക് കാൽനടയായി. മക്കയിൽ നിന്ന് പിന്നെ പലസ്തീനിലേക്ക്, പലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക്, പിന്നെ മിസ്റിലേക്ക്, ഇങ്ങനെ ഒരു ഉടനീളമുള്ള യാത്രയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം മുഴുവൻ. മൂസാ നബിയുടെ ചരിത്രവും അല്ലാഹു തആല നമുക്ക് വിവരിച്ചിരുന്ന അങ്ങനെ തന്നെയാണ്. കണ്ടമാന യാത്ര. 40 വർഷം യതീഹൂന ഫിൽ അർദി 40 സന എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. 40 കൊല്ലം ഇബ്രാഹിം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ഇങ്ങനെ വട്ടം കറങ്ങി. അത് സമുദായത്തിൽ നിന്നുണ്ടായ ഒരു അള്ളാഹുവിന് അതിർത്തികരമായ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അള്ളാഹു ഒരു പരീക്ഷണാർത്ഥം കൊടുത്തതാണ്. മൂസാ നബിയും അതിൽ ഉപയാണല്ലോ. മൂസാ നബിയും അടക്കം ഈ സമുദായത്തെയും കൊണ്ട് ഇങ്ങനെ 40 കൊല്ലം ചുറ്റി വെച്ച് നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ യാത്ര മുതൽ തന്നെ അത് ഉംറയാണ്, യാത്ര മുതൽ തന്നെ ഹജ്ജാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം കെട്ടിക്കൊണ്ട് നിയ്യത്തുമായി പുറപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരാൾ പുറപ്പെട്ട വഴി മധ്യയിൽ വെച്ച് അവന് മരണം പിടിപെട്ടാൽ അവനെ ഒരു മുഅ്തമിറായി, ഒരു ഹാജായി എന്നാണ് അശ്റയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുലബ്ബി തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ട് അവനെ ഖബറിൽ നിന്ന് അല്ലാഹു തആല യാത്രയാക്കും. ഒരു മലക്കിനെ അല്ലാഹു തആല അവന്റെ വേഷത്തിലും അവന്റെ രൂപത്തിലും ഒരു മലക്കിനെ അല്ലാഹു തആല വേഷം കെട്ടിക്കൊണ്ട് അവൻ നിയ്യത്ത് ചെയ്ത് ഇഹ്റാം പൂർത്തീകരിക്കാൻ വേണ്ടി തവാഫും സഅയും വഖൂഫും ഒക്കെ നിർവഹിക്കാൻ അല്ലാഹു തആല ഒരു മലക്കിനെ നിയമിക്കും വരെ എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം അല്ലാഹു തആല യാത്ര തന്നെ ഖബൂൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ നമുക്കറിയാം, യാത്രയിൽ നമ്മൾ ശരിക്കും നമ്മളെ ഒരു പരിഷ്കരണം വരുത്തി തീർക്കുക എന്നുള്ളതാണ്. യാത്രയിലൂടെ നമ്മുടെ സ്വഭാവങ്ങൾ സംസ്കരിക്കപ്പെടും. നമ്മുടെ സഹപാഠികളുമായി യാത്രയിൽ നമ്മൾ സഹകരിക്കുന്ന ആളുകളുമായിട്ടുണ്ടാകുന്ന ഇടപഴക്കങ്ങൾ, ആ ഇടപഴക്കങ്ങളിലൂടെ ഒരുപാട് പ്രതിഫലം നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അവിടെ സഹനവും സഹിക്കലും പരസ്പരമുള്ള സഹായ സഹകരണങ്ങളും ഒത്തൊരുമയും ഇതൊക്കെ കൊണ്ട് തന്നെ അതൊരു വിഭിന്നമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവിടെയാണ്, യാത്ര തന്നെയാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം, പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ, ഇതൊക്കെ കൊണ്ട് ഒരു മനുഷ്യൻ ഉത്കൃഷ്ടനായി മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാമല്ലോ, അവിടെ നോക്കി
നാട്ടിൽ തന്നെ ജീവിച്ചൊരു മനുഷ്യനും ഒരു എക്സ് ഗൾഫുകാരനുമായ ആളാണെങ്കിൽ സ്വഭാവത്തിൽ എത്ര മാറ്റം ഉണ്ടാവും നമ്മളെല്ലാം പറയാറുണ്ട്. ഒരു ഗൾഫ് ജീവിതം നയിച്ചു വന്ന ഒരുത്തനാണെങ്കിൽ ഒരുപാട് സ്വഭാവം ശുദ്ധമായിരിക്കുവൻ എന്ന് പറയാറുണ്ട്. കാരണം യാത്രയിലൂടെ കിട്ടിയൊരു നേട്ടാണത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സംസ്കരിക്കപ്പെടാൻ നമ്മൾക്ക് ഈ ഒരു യാത്ര ഉപകരിക്കട്ടെ എന്ന് നമ്മൾ യാത്രയിൽ തന്നെ നിയ്യത്ത് ചെയ്താൽ വളരെ നിഷ്കളങ്കമായ പൂർണ്ണമായ ഉംറയും സിയാറത്തുമൊക്കെ നിർവഹിച്ചു വരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അവൽ നിയ്യത്ത്. ഏറ്റവും ആദ്യത്തെ നിയ്യത്ത് നമ്മൾ ഈ യാത്രയിലൂടെ സംസ്കരിക്കപ്പെടണം എന്നതായിരിക്കണം. അൽഹംദുലില്ലാഹ് ഒരു വർഷം മുമ്പ് നമ്മൾ അങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചു. 1.5 വർഷം മുമ്പ്. വളരെ 2 വർഷത്തോളമായി പലപ്പോഴും പോയ ആളുകളുണ്ടായിരുന്നു. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു രംഗത്ത് വല്ലാതെ ശ്രദ്ധ കൊടുത്തു എന്നുള്ളതാണ്. മൂസാ നബി അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു യാത്ര ചെയ്ത ആളുകൾക്ക് യാത്രയിൽ അനുഗമിച്ച ആളുകളെ പ്രത്യേകം പരിഗണിക്കുന്ന ചില സദസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സാക്ഷി രംഗത്ത് മറ്റു പല രംഗങ്ങളിലൊക്കെ. അപ്പോൾ അതൊരു വലിയ സംഗതിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നിയ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് പുറപ്പെടാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്ര തന്നെ ഉംറയുടെ ഒരു പൂർത്തീകരണത്തിന് മബ്റൂറായി തീരാനുള്ള ഒരു വഴിയായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കാരണം നമ്മളെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ ഉംറ മബ്റൂറാകുക എന്നുള്ളതാണ്. മഖ്ബൂലാവുക, മബ്റൂറാകുക എന്നുള്ളതാണ്. സഹീഹാകുക എന്നുള്ളതല്ല. സംഗതി സഹീഹാകാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു ഒത്താൽ മതി. ഒരാൾക്ക് ഒരു ഖുശൂഇല്ല, ഉളുവെടുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി അത്തഹിയാത്തൊക്കെ ഓതി ഫർളൊക്കെ ചൊല്ലി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവും. പക്ഷേ അത് മഖ്ബൂലായ രീതിയിൽ പൂർണ്ണമായ പ്രതിഫലത്തിന് അർഹമായ ഒരു മബ്റൂറായ ഒരു കർമ്മമായി മാറണമെങ്കിൽ അതിൽ ഭയഭക്തി വേണ്ടി വരും. അതിനകത്ത് കൂടുതൽ നിഷ്കളങ്കമായ രീതിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ചെല്ലേണ്ട സുന്നത്തുകളും ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും. അതായി മാറുന്നത് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് മബ്റൂറായ ഉംറയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ പറഞ്ഞിട്ടുള്ള മബ്റൂറായ ഉംറ എന്താണ്, മബ്റൂറായ ഹജ്ജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? അത് ആരുടെ ഹജ്ജ്, ആരുടെ ഉംറ? മൻ അലാനൽ കലാമ വ അത്അമത്ത ആമ. മൻ അലാനൽ കലാമ വ അത്അമത്ത ആമ എന്നൊക്കെയാണ് പറഞ്ഞത്. മയമായി സംസാരിച്ചവന്റെ ഹജ്ജ്. അതായത് സുഹൃത്തുക്കളോടുള്ള സഹപാഠികളോടുള്ള സംസാരത്തിൽ വളരെ മയ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നവൻ, ഭക്ഷിപ്പിക്കുന്നവൻ, ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നവൻ, ഇങ്ങനെ ചെയ്യുന്ന ഹജ്ജ് ഉംറയെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മബ്റൂർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ പോയിട്ട് പറയും, ഞാനിന്ന് 2 തവാഫ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ 3 ചെയ്തു എന്ന് പറയും. അപ്പോഴേക്കും ഈ 2 ചെയ്തതൊക്കെ പോകും, നാളെ ഞാനും കാണിച്ചു തരാം, ഞാനും 3 ചെയ്യുകയാണ്. എന്നിട്ട് നാളെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വെച്ച കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നിങ്ങൾ 3 ചെയ്യുന്നുണ്ട് നടക്കുകയല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ചില ചിന്താഗതി ഉണ്ടാവും പെണ്ണുങ്ങളിൽ. ആണുങ്ങളിലും ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പം അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയുള്ള ഒരു വാശിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് ഓൾക്കൊക്കെ ഞാൻ കഞ്ഞി വെച്ച് വിളമ്പി കൊടുത്തു, നാളെ എനിക്ക് കഞ്ഞിൻ്റെ കുറവ് ചായയും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് മറ്റുള്ള കേട്ട് ചിന്തിച്ചാൽ അത് കൂടുതൽ മബ്റൂറായി മാറാൻ സാധ്യമാകുന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അവിടെയാണ്. നമ്മൾ പരസ്പര സഹകരണത്തിൻ്റെ യാത്ര, ആ യാത്രയാണ് അത് മബ്റൂറായി മാറുക എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വളരെ നിഷ്കർഷത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറയാൻ പോകുന്ന സംഭവങ്ങളിൽ മസ്അലകളിൽ കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യാ ഉമർ, യാ അബാ ഹഫ്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലയോ അബൂ ഹഫ്സ, ഹഫ്സയുടെ പിതാവ്. ഉമറെ, നീ വലിയ ശക്തവാനാണ്, ആരോഗ്യവാനാണ്. ലാ തുസാഹിമിൻ നാസ, നീ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ വേണ്ടി ആളുകളെടുത്ത് പോയിട്ട് നീ തെക്കുണ്ടാക്കരുത്. പോയിട്ട് നീ ഫൈദാ വജത്തൽ ഫുർസത ഖൽവത, ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യത കണ്ടെത്തിയാൽ മാത്രം നീ പോയി തവാഫിൽ ഈ ഹജറുൽ അസ്വദൊക്കെ ചുംബിച്ചാൽ മതി. നിന്റെ ഈ ആക്കും ഊക്കും കൊണ്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റിക്കൊണ്ട് നീ അങ്ങോട്ട് പോയിട്ട് ഹജറുൽ അസ്വദ് ചുംബിക്കാൻ പോകരുത് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയോട് പറയുന്നത്. ശക്തവനായ ഒരു സഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് ചഴിഞ്ഞു മാറ്റാൻ സാധിക്കും. അപ്പം അങ്ങനത്തെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. അത്ര ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനതിൻ്റെ ഉംറയുടെ അർക്കാനുകളിലേക്ക് കിടക്കുകയാണ്. ഉംറയിലും ഹജ്ജിലും മറ്റു കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ള സംഗതിയാണ്. ഒരു പ്രത്യേകതയുണ്ട്, അത് നോമ്പ് പോലെയുള്ള സംഗതിയാണ്. നോമ്പിനെ പോലെ തന്നെയാണ് ഹജ്ജും ഉംറയും. എന്താണത്? നോമ്പ് എന്ന് പറഞ്ഞാൽ കുറെ കർമ്മങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ കുറെ കാര്യങ്ങളെ വെടിയുക എന്നുള്ളതാണ്. ആണല്ലോ, കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ള അതിൻ്റെ പൂർത്തീകരണമാണ്. അപ്പോൾ കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഹലാലായ പല സംഗതികളും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അന്നപാനീയങ്ങൾ, ഇതൊക്കെ വെടിയുക. ഇതാണല്ലോ നമ്മുടെ നോമ്പ്. ഇതേ ഹജ്ജും ഉംറയും അതിന് നിയ്യത്ത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ കുറെ ഒഴിവാക്കേണ്ട സംഗതി ഉണ്ടായി വരും. അതുവരെ അനുവദനീയമായ പല സംഗതികൾ ഹറാമായി മാറുന്നു. ഒന്നിത് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടി വരും. നിക്കാഹിന്റെ സംസാരങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടി വരും. ഒരു വിവാഹാന്വേഷണം പോലും പാടില്ല സമയത്ത്. എന്ന് മാത്രമല്ല, നമ്മൾ സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ സുഗന്ധം ഒഴിവാക്കേണ്ടി വരും. സാധാരണ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന അവൻ്റെ ജോഡി വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഓരോരുത്തരുടെയും പ്രത്യേകത അവൻ്റെ ലിപിസത്തിലൂടെയാണ് അവനെ തിരിച്ചറിയുന്നത്. കേരളക്കാരൻ്റെ വേഷം, അറബികളുടെ വേഷം, ഇങ്ങനെ ഓരോരുത്തരെയും തിരിച്ചറിയപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന അവൻ്റെ ഷിആറുകളാകുന്ന വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ട് ഒരു മയ്യത്തിനെ പൊതിയുന്നത് പോലെ രണ്ടു മുണ്ട് വസ്ത്രവുമായിട്ട് പോകേണ്ടി വരും. ഇങ്ങനെ കുറെ നഖം മുടി പോലുള്ളത് മുറിക്കുന്നത് ഒഴിവാക്കണം. എണ്ണ താടിക്കും മുടിക്കും എണ്ണ കൊടുത്ത് എനിക്ക് ചെയ്യുന്ന പരിപാടി അത് ഒഴിവാക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് നമ്മൾ. ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ഹജ്ജിലും ഉംറയിലും തന്നെ ഒരാൾക്കും ചൊല്ലൽ നിർബന്ധമായ ഒരു കർമ്മമില്ല. നോമ്പിൻ്റെ കാര്യം തന്നെ. ഒരുത്തൻ സായിമ് നോമ്പുകാരനാകണമെങ്കിൽ എന്താ ചൊല്ലി പഠിക്കാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? വേറെ അടുത്ത് നിസ്കരിക്കണമെങ്കിലോ അവൻ ഫാത്തിഹ പഠിക്കണം, അവൻ അത്തഹിയാത്ത് പഠിക്കണം, സലാത്ത് ചൊല്ലുന്ന പഠിക്കണം, ഇങ്ങനെ പലതും പഠിക്കാനുണ്ട്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരു മനുഷ്യൻ ഒന്നും പഠിക്കേണ്ടതില്ല. ഒരു സ്ഥലത്ത് പഠിക്കണ്ട. വായ പൂച്ച് ഒരാൾക്ക് ഹജ്ജും ഉംറയും നിർവഹിച്ചു തരാം. പക്ഷെ ഇടയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി തൊള്ളുറക്കണം എന്നേ ഉള്ളൂ, അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ചില പെണ്ണുങ്ങൾ ഹജ്ജിനോ ഉംറക്കോ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന വലിയൊരു ബുക്ക് കിട്ടും. എന്നിട്ട് അതങ്ങനെ നോക്കി പഠിക്കലാണ് വളരെ ഏറ്റവും വലിയ ശ്രദ്ധ. അതിനകത്ത് വന്ന ദുആകളും മറ്റുമൊക്കെ ഇങ്ങനെ പഠിച്ചു. ഞാനതിന് ഇകഴ്ത്തി പറയുന്നല്ല കേട്ടോ, ചെയ്യാവുന്നത് തന്നെ, ചെയ്യേണ്ടതൊക്കെ തന്നെയാണ്. അത്തരം ദിക്റും ദുആയും ഒക്കെ വളരെ നല്ല സംഗതിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊരു ബേജാറിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പടച്ചോനെ എനിക്ക് ചെയ്യാൻ പറ്റുമല്ലേ, പടച്ചോനെ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളൊരു ചിന്താഗതി. സത്യത്തിൽ ഇതായിട്ട് ചിന്തിച്ചാൽ ഹജ്ജോ ഉംറയോ ഒരു ബേജാറോ ആകേണ്ട സംഗതിയില്ല. പൊതുവെ എല്ലാവർക്കും ഒരു ബേജാറുണ്ടാക്കുന്ന സംഗതിയാണ് ഹജ്ജ് ഉംറയും എന്നുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമാന്മാരും മശറെ ചെന്നാതിരിയായി പോല. അതിനു മുമ്പ് അതിസമർത്ഥരായ ആളുകൾ പോലും ഒരു നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു മീന് പുതുമഴ ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ കളിക്കലുണ്ട്, ഒരു കണ്ണ് കാണാത്ത രീതി തപ്പിത്തെരിഞ്ഞ് എങ്ങോട്ടാ നീങ്ങണ്ടെന്ന് ഒരു ബോധമില്ലാത്ത രീതി കളിക്കുന്നില്ല എന്നതുപോലെ അതിസമർത്ഥരായ ആളുകൾ പോലും എന്തൊക്കെയോ വിവരക്കേടുകളും വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്തു ഒരു ബേജാറുമുണ്ട്. ബേജാറ് സ്വയമായിട്ട് വരില്ല. ഒരു പക്ഷേ തൻ്റെ കൂടെയുള്ളത് ഭാര്യ ആയിരിക്കും. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിയുമ്പോഴേക്കും ആകെപ്പാടെ ബേജാറാവുക. ഈ ബേജാറിൻ്റെ പേരിൽ ഭർത്താവും കുഴങ്ങുക, രണ്ടാളും കുഴങ്ങി. എന്നിട്ട് ആളുകൾ പിന്നെ ആശ്രയിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. കർമ്മരംഗത്തുണ്ടായി പോറാണ്ട് അങ്ങനത്തെ ബേജാറുകളൊക്കെ. പ്രത്യേകിച്ചും മിനായിലെ ജംറത്തുൽ അഖബകൾ എറിയാൻ പോകുന്ന സമയത്ത് നേരത്തെ ബേജാറായിട്ടാണ് പോകുന്ന സമയത്ത് എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, അവൻ്റെ വാപ്പ ഞാൻ ഹജ്ജിന് പോയ സമയത്ത് സംഭവിച്ച സംഭവം. അവർ ഹനഫി മദ്ഹബുകാരാണ്. തർത്തീബൊക്കെ വളരെ വളരെ കൃത്യമായി നിർവഹിക്കേണ്ട ആളുകളായിരുന്നു. എറിയാൻ വേണ്ടി പോകണമെന്ന് വാപ്പനെ വേറെ സുഹൃത്തിൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്നിട്ടല്ല, നിങ്ങൾ മിനായുടെ ടെൻറ്റിൽ നിന്ന് എറിയാൻ പോകരുത്, നമുക്ക് ഒപ്പരടത്തണം, എന്നിട്ട് പോയാൽ മതിയല്ലോ. പക്ഷേ ഇയാൾ നേരത്തെ പോയി കളഞ്ഞു. കൂട്ടുകാരെ കൂടെ പോകണതുകൊണ്ട് പോയിട്ട് കല്ലും പിടിച്ച് ചെന്നിട്ട് അദ്ദേഹം പോയി അവിടെ എറിയുന്നിടത്ത് എത്തിയപ്പോൾ അവിടെ ഭയങ്കരമായ തിരക്കാണ് കാണുന്നത്. പെരുന്നാളിൻ്റെ അന്നത്തക്കല് ഒരൊറ്റ ജംറത്തുൽ അഖബയിലാണല്ലോ അന്ന് എറിയുന്നത്. അവിടെ ചെന്നപ്പോൾ വല്ലാത്ത തിരക്ക്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യ ജംറക്ക് അവിടെ നോക്കുമ്പോൾ നല്ല ഫ്രീ കല്ലുകൊണ്ടൊന്നായിട്ട് അവിടെ ആയിട്ട് എറിഞ്ഞു കൊടുത്തു. ഫസ്റ്റിലെ ജംറക്ക് എന്ന് മുൻ വെട്ടിയൊക്കെ ചെയ്ത്. എൻ്റെ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഞാൻ ആകെ കുഴങ്ങി പാപ്പനെ കൊണ്ട്. തർത്തീബും തെറ്റിച്ചു. അവർക്ക് തർത്തീബ് അനിവാര്യമാണ്. കല്ലേറി കഴിഞ്ഞിട്ടേ മുടിയൊട്ടാവൂ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എറിയേണ്ടാത്തടത്ത് പോയി എറിഞ്ഞ് ഇതാകപ്പാടൊരു ബേജാറുണ്ടാക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി പറയണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നതാണ്, ഒരു തരത്തിലുള്ള ബേജാറിലും പ്രയാസത്തിലും അകപ്പെടുന്നതുകൊണ്ടാണ്. വളരെ ലളിതമായി മനസ്സിലാക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ബേജാറും ആകാനില്ല. എന്തുകൊണ്ട്? ഒന്നും ചെല്ലൽ നിർബന്ധമല്ല.
നമ്മൾ ആ കറങ്ങുന്നതിൻ്റെ കൂടെ അങ്ങ് കറങ്ങി കൊടുക്കണം, ഓടുന്നിടത്ത് അങ്ങനെ ഓടിക്കൊടുക്കണം. മുടി വെട്ടാൻ ഒസാനുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ ബേജാറാണ്? ഈ 2-3 കർമ്മങ്ങളാണുള്ളത്. ഇത്രയും കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു ഹാജിയായി അല്ലെങ്കിൽ ഒരു മുഅ്തമിറായി മാറി. വളരെ ലളിതമാണ്. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മറ്റ് കർമ്മങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ച് സൂക്ഷിക്കേണ്ട സംഗതികളെ ശ്രദ്ധിക്കണം. ഹറാമായ പല സംഗതികളും അത് നമ്മൾ അറിയാതെ വന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത്ര മാത്രം ഒന്ന് കരുതി ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുറഞ്ഞ നേരങ്ങളെ ഉംറയിലൊക്കെ അതുള്ളൂ. ഹജ്ജിലാകുമ്പോൾ കുറച്ചൊരാഴ്ചകളൊക്കെ 4-5 ദിവസത്തേക്ക് എടുക്കുമെന്ന് മാത്രം. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഉംറയുടെ ഫർളുകൾ 3 തരത്തിലായിട്ട് അതിൻ്റെ കർമ്മങ്ങളെ വേർതിരിക്കപ്പെടുന്നുണ്ട്. ഒന്ന് അർക്കാൻ, ഫർളുകൾ എന്ന് പറയുന്നത്, ഫർളുകൾ. മറ്റൊന്ന് വാജിബാത്തുകൾ, മറ്റൊന്ന് സുന്നത്തുകൾ. ഇങ്ങനെ 3 തരമാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടാകും. വാജിബ് എന്ന് പറഞ്ഞാലും നിർബന്ധമുള്ളതാണ്, ഫർള് എന്ന് പറഞ്ഞാലും നിർബന്ധമുള്ളത് തന്നെയാണ്. അത് രണ്ടും കഴിഞ്ഞിട്ടുള്ളത് സുന്നത്തുകൾ. ഇപ്പോൾ വാജിബും ഫർളും ഇങ്ങനെ രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ. വാജിബുണ്ട് ഇതിനകത്ത്, ഫർളും ഉണ്ട്. ഹജ്ജിലും അങ്ങനെ തന്നെയാണ്. ഹജ്ജിൽ കുറെ അധികം വാജിബാത്തുകളുണ്ട്. രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിർബന്ധമായും ചെയ്യേണ്ട സംഗതികളാണ്. ഉംറ അല്ലെങ്കിൽ ഹജ്ജ് സഹിയാകണമെങ്കിൽ അത് ചെയ്തേ പറ്റും. സുന്നത്ത് പോലെ അതിൻ്റെ പൂർത്തീകരണ ഭാഗമല്ല ഫർളും വാജിബും. പക്ഷെ ഫർളും വാജിബും തമ്മിലുള്ള ഒരു ചെറിയ മാറ്റം എന്താ വെച്ചാൽ, ഫർള് അല്ലെങ്കിൽ റുക്ന് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയപ്പെടുന്നവ അത് എല്ലാവരും അവനവൻ്റെ ജീവിതം കൊണ്ട്, സ്വന്തം ശരീരം കൊണ്ട് അത് ചെയ്തേ പറ്റൂ. സ്വന്തമായി തന്നെ ചെയ്യണം. നേരെ മറിച്ച് വാജിബ് നിർബന്ധമാണ്, അതും ചെയ്യണം. സ്വന്തം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പകരക്കാരെ ഏൽപ്പിക്കാം. അതുമല്ലെങ്കിൽ അതിന് ആടിനെ അറുത്തുകൊണ്ട് ഒരു ദമ് കൊടുത്തുകൊണ്ട് പരിഹാരം കണ്ടെത്താം. നിർബന്ധമാണെങ്കിലും അതിന് മറ്റ് പോംവഴികളുണ്ട്, മറ്റു വഴികളുണ്ട്. ഇതാണ് ഫർളും വാജിബും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇത് ആദ്യം നമ്മൾ തിരിച്ചറിയാം. ഈ തിരിച്ചറിവ് വലിയ ഉപകാരപ്പെടും എന്ന് മാത്രമല്ല, അത് ആവശ്യമാണ്, അത്യാവശ്യവുമാണ്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, ഫർളും ചെയ്യുന്നുണ്ട്, സുന്നത്തും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഉംറ നിർവഹിച്ചത്. ഫർളായ ഒരു തിരിച്ചറിവില്ല, സുന്നത്തായ ഒരു തിരിച്ചറിവില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അമൽ കുറച്ച് പ്രയാസമാണ്. ഫർളായ ഒരു സംഗതിയെ സുന്നത്താണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാൾ മനസ്സിൽ വിചാരിച്ചത് സുന്നത്താണ്. സംഗതി ഫർളാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം മുടിവെട്ടൽ, അത് സുന്നത്താണെന്ന് അദ്ദേഹത്തിന്റെ ധാരണ. ചെയ്തു, പക്ഷെ സുന്നത്താണെന്നുള്ള ധാരണ. അദ്ദേഹത്തിന്റെ ഉംറ ശരിയാവില്ല. ഫർളിനെ ഒരിക്കലും സുന്നത്തായി നമ്മൾ മനസ്സിലാക്കി വെക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവ് വളരെ അത്യാവശ്യമാണ് ഇബാദത്തുകളിലൊക്കെ. അത് നിസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു തിരിച്ചറിവ് വേണം. ഏതൊക്കെയാണ് ഫർള്, ഏതൊക്കെയാണ് സുന്നത്ത് എന്നൊരു തിരിച്ചറിവ് നമസ്കാരത്തിലും എല്ലാ ഇബാദത്തുകളിലും നിർബന്ധമായ സംഗതിയാണ്. കാരണം അന ഇന്ദ ലന്നി അബ്ദി ബി എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖുർആൻ ഹദീസിനെ പരിശോധിച്ച് നോക്കാൻ സാധിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഫഖഹാക്കൾ ഇത് പറയുന്നത് തന്നെ. പടച്ചവനോട് നമ്മൾ എങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് ധരിക്കുന്നത് അങ്ങനെ നമ്മളോട് അനുവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിശ്വാസങ്ങൾ, ലന്ന്, ഇത് വലിയ ഭാഗമാണ് ഇബാദത്തുകളുടെ രംഗത്ത്. നമ്മൾ തെറ്റായൊരു സംഗതിയെ, ഹറാമായൊരു സംഗതിയെ ഹലാലായി ധരിക്കുന്നു, പാടില്ല, തിരിച്ചും പാടില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമായി ഉണ്ടാകണം. നേരെ വെച്ചാൽ ഇടപാടുകളിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി ചിന്തിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ കൊടുത്ത് വീട്ടിയിട്ടുള്ള ഇടപാട് എന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ നമ്മളറിയാതെ എങ്ങനെയോ അദ്ദേഹത്തിന് നമ്മളെ സ്വത്ത് കിട്ടിയിട്ടുണ്ട്, വീടുകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളെ വിശ്വാസം അനുസരിച്ച് കൊടുത്ത് വീട്ടിയിട്ടില്ല എന്നാ, പക്ഷെ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നാളെ ആഖിറത്ത് നമ്മളെ പിടിക്കപ്പെടുമൊന്നുമില്ല, എന്തെയാ കടം വീട്ടാൻ ഞാൻ ചോദിച്ചുകൊണ്ട് വന്നു. കാരണം ഇടപാടിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇബാദത്തുകൾ അങ്ങനെയല്ല. ഇബാദത്തുകൾ അത്രയും നമ്മുടെ ധാരണ അത് ചെയ്യുന്നത് വാജിബാണെങ്കിൽ വാജിബ് എന്ന ധാരണയോടുകൂടി ചെയ്യണം, സുന്നത്താണെങ്കിൽ സുന്നത്ത് എന്ന ധാരണയോടുകൂടി ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഉംറയിൽ എത്ര ഫർളുകൾ ഉണ്ടാകും? ഈ സദസ്സിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയാം.
അത് പറഞ്ഞാലും മതി. ഉംറയുടെ ഫർളുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണം പറഞ്ഞാൽ മതി, ഏതൊക്കെയൊന്നും പറയണ്ട. വേറെ ആർക്കും പറയാൻ കഴിയും? ഉംറയുടെ ഫർളുകൾ എത്രയാ? 3 അല്ല 4 ഉണ്ട്. ഉംറയുടെ ഫർളുകൾ 4. എല്ലാ ഉലമാക്കളുടെയും മുജ്മഅ അല ഇത്തിഫാഖോട് കൂടിയുള്ള ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ 3 എന്ന് പറയാം. പക്ഷേ നമ്മൾ ഷാഫി ഒരു മസ്ലക്കിലൂടെയാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബ് അനുസരിച്ച് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അവലംബിക്കുന്നതും ഹജ്ജിൻ്റെ വിഷയത്തിൽ, മറ്റു ചില വിഷയങ്ങൾ ഞാൻ പറയുന്നില്ല, ഹജ്ജ് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഷാഫി മദ്ഹബിൽ തന്നെയാണ്. അത്രത്തോളം സവിസ്തരമായി ചർച്ച ചെയ്തിട്ടുള്ള ഗ്രന്ഥം മറ്റ് മദ്ഹബിൻ്റെ ഇമാമികളുടെ അടുത്തില്ല. ഈ കാണുന്ന കിതാബുൽ ഈളാഹി ഫി മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ, എല്ലാ മദ്ഹബി പണ്ഡിതന്മാരുടെ എടുത്തു പോയാൽ ഇത് കാണാൻ സാധിക്കും. മദ്ഹബ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്തുണ്ടാവും ഈ കിതാബ്. ഇനി ഹനഫി മദ്ഹബുകാരനും തന്നെ മദ്ഹബുകാരനും തന്നെ ഉണ്ടെടുക്കുന്നത്. പക്ഷേ കിതാബ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു രചിച്ചതാണ്. ഹജ്ജിന്റെ വിഷയത്തിൽ ഇത്ര കണ്ട് സവിസ്തരമായി ചർച്ച ചെയ്തിട്ടൊരു ഗ്രന്ഥമില്ല. കിതാബുൽ ഈളാഹ് ഈ മനാസിക്കിൽ ഹജ്ജ് വൽ ഉംറ. അപ്പോൾ അത്ര സവിസ്തരമായി ചർച്ച ചെയ്തുള്ള കിതാബാണ് ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹബിലുള്ള ഈ വിഷയം. അപ്പോൾ അവിടെ ഹജ്ജിന്റെ ഉംറയുടെ ഫർളുകളായി എണ്ണിയിട്ടുള്ളത് 4 എണ്ണമാണ്. എഴുതാവുന്നവർ എഴുതിയേക്കുന്നത് നല്ലതാണ്. കാരണം ഒന്ന് പഠിച്ചേക്കുന്നത് ഒരു താലീമിൻ്റെ ക്ലാസ് ആയിട്ട് മനസ്സിലാക്കുക. 1 ഇഹ്റാം തന്നെയാണ്. 1 ഇഹ്റാം. 2 തവാഫ്, കാബ 7 വട്ടം ചുറ്റുക. 3-മത്തത് സഅയ്, സഫാ മർവ മലക്കിടയിൽ ഓടുക. 4-മത്തത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുക. ഇങ്ങനെ 4 ഫർളുകളാണ് ഉംറയിൽ പറയപ്പെട്ടിട്ടുള്ളത്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുക. ഇങ്ങനെ 4 ഫർളുകളാണ് ഹജ്ജിൽ അല്ലെങ്കിൽ ഉംറയിൽ നിർബന്ധമായ റുക്നുകൾ അല്ലെങ്കിൽ ഫർളുകൾ എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. 4 എണ്ണമാണ്. തവാഫ് അതിൻ്റെ തർത്തീബോട് പറഞ്ഞാൽ ഇഹ്റാം, 2-മതായി തവാഫ്, 3-മത്തത് സഅയ്, 4-മത്തത് മുടി കളയുകയോ വെട്ടുകയോ ചെയ്യുക. ഇത്രയുമാണ് ഫർളുകൾ. ഇതാണ് പഠിച്ചു വെച്ചാൽ നമുക്കിനി ഹജ്ജിന് പോകുമ്പോഴും വളരെ എളുപ്പമായിരിക്കും. കാരണം ഹജ്ജും ഉംറയും തമ്മിൽ ഫർളിൻ്റെ വിഷയത്തിൽ ഒരൊറ്റ ഫർളിൻ്റെ ഏറ്റക്കുറവേ ഉള്ളൂ. ഹജ്ജിൽ ഒരു ഫർളും കൂടെ അധികമുണ്ട്. ഏതായിരിക്കും ഫർള്? അറഫയുടെ വഖൂഫ്. അപ്പോൾ നമ്മൾ ഹജ്ജിൽ മുസ്ദലിഫയിൽ നിൽക്കുന്നുണ്ട്, രാപ്പാർക്കുന്നുണ്ട്, മിനായിൽ രാപ്പാർക്കാറുണ്ട്. അതേപോലെ തന്നെ ഹജ്ജിൽ നമ്മൾ മിനായിൽ പോയിട്ടുള്ള കല്ലേറുകൾ 3 ദിവസം നടത്താറുണ്ട്. പെരുന്നാളിന് അന്നത്തെ ഏറുണ്ട്. പിന്നെ വിദാഇൻ്റെ വിട വാങ്ങുന്ന തവാഫ് എന്ന് പറഞ്ഞ തവാഫുണ്ട്. ഖുദൂമിൻ്റെ തവാഫ് പറഞ്ഞിട്ട് തവാഫൊക്കെ ഉണ്ട് ഹജ്ജിൽ. ഇങ്ങനെ ഹജ്ജിൽ വേറെ കുറേ അമലുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അമലുകളൊന്നും ഫർളല്ല. ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ വാജിബുകളായിരിക്കും. വാജിബുകളാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ സുഖം? വളരെ ഈസിയാണ്. ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി ഒന്നും ബേജാറാണ്ട ആവശ്യമില്ല. ഒരാട് അറുത്ത് കൊടുത്താൽ നമുക്കത് വളരെ വൃത്തിയോടുകൂടി തന്നെ പരിഹാരമായി മാറുന്നുണ്ട്. അപ്പം ഇതാണ് പഠിച്ചു വെച്ചാൽ വളരെ സുഖമാണ് ഉംറ ചെയ്യുന്ന സമയത്ത്. ഇപ്പം 4 ഫർളുകളാണ് ഹജ്ജിലുള്ളൂ. ഇഹ്റാം, തവാഫ്, സഅയ്, മുടി കളയുക എന്നുള്ള ഈ 4 കാര്യങ്ങൾ ഉംറക്കുള്ള ഫർളുകൾ. ഹജ്ജിൽ അറഫയുടെ വഖൂഫ് എന്ന ഒരു 5-മത്തെ ഫർളും കൂടെ അധികമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 4 ഫർളുകളാണുള്ളത്. ഈ 4 ഫർളുകളെയും ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് വിവരിക്കും. അതാണ് ഇവിടുത്തെ ഇന്നത്തെ ക്ലാസ്. പിന്നെ നമ്മൾ ഇവിടെ വാജിബ് എന്ന് പറഞ്ഞ ഒന്നും കൂടി ഉണ്ടെന്ന് ഹജ്ജിലും ഉംറയിലൊക്കെ. അത് ഉംറയിൽ വളരെ കുറവാണ്. ഹജ്ജിലെ വാജിബുകളുണ്ട്, പക്ഷെ ഉംറയിൽ ആ ഹജ്ജിബുകളാണ് കുറെ നമ്മൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതി. ബന്ധപ്പെട്ട സംഗതികളും കല്ലേറും ഒക്കെ പെട്ട ഈ സംഗതികളൊക്കെയാണ് ഹജ്ജിലെ വാജിബുകൾ.
പക്ഷെ ഉംറയിൽ ഒരൊറ്റ വാജിബേ ഉള്ളൂ. ഉംറയിൽ ഒരേ ഒരു വാജിബ്. ആ വാജിബ് എന്താണെന്ന് പറഞ്ഞാൽ ഇഹ്റാം എന്ന് പറയുന്ന ഈ നമ്മുടെ നിയ്യത്ത് അത് മീഖാത്തിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. ഇഹ്റാം അല്ല, ഇഹ്റാം ഫർള് പെട്ടതാണ്. അത് എവിടുന്നും ആകാലോ. നമ്മൾ മക്കത്തെത്തിയിട്ട് ഇഹ്റാം കെട്ടാൻ നോക്കുന്നു. യാത്രയിൽ നമ്മൾ ഇഹ്റാമിന് വേണ്ടി നിശ്ചയിച്ച മീഖാത്തിൽ നിന്നും വിട്ട് കടന്നതിന് ശേഷം ഇഹ്റാം കിട്ടുന്നു, ഒക്കെ ആകാം. പക്ഷെ അത് അതിന്റെ വാജിബ് നിർവഹിക്കപ്പെടണമെങ്കിൽ നിശ്ചിത മീഖാത്തിൽ നിന്ന് തന്നെ ആകണം. അത് അതിൻ്റെ ഒരു വാജിബാണ്. ഇഹ്റാം എന്ന സംഗതി അത് മീഖാത്തിൽ വെച്ച് ആയിരിക്കുക എന്നുള്ളതാണ് ഉംറയുടെ വാജിബ്. അപ്പൊ എന്താണ് മീഖാത്ത്? മീഖാത്ത് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യത്യസ്ത മേഖലകളിലൂടെ ദിക്കുകളിലൂടെ കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി അക്കാലത്ത് തന്നെ നിർണയിച്ചു കൊടുത്ത 5 മീഖാത്തുകളുണ്ട്. നമ്മുടെ ഇന്ത്യക്കാർക്ക് യലംലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ യമനിന്റെ കടൽ തീരവുമായിട്ട് ടച്ച് ചെയ്യുന്ന മേഖലയിലൂടെ അത് വന്നു പോകുന്നവരാണ് യലംലം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ, അതുകൊണ്ടാണ് ഹാജിമാർ, ഇന്ത്യൻ ഹാജിമാരൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ വിമാനം കയറുമ്പോൾ തന്നെ കുറച്ചടി കഴിയുമ്പോഴേക്കും നീയത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്നൊക്കെ തന്നെ നീയത്തുമായിട്ട് കൊണ്ട് പോരുന്നത്. അപ്പൊ അത് കടന്ന് കഴിഞ്ഞതിന് ശേഷം ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയായിട്ട് പോയിട്ട് ഉംറയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു വാജിബ് ഒഴിവാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആടിനർത്ത് കൊടുക്കേണ്ടി വരും. അതാണ് വ്യത്യാസം. ഒരു വാജിബാണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മദീന വഴി പോകുന്നവർക്കാണെങ്കിൽ ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇഹ്റാം കെട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് നിർണയിച്ചു കൊടുത്തൊരു സ്ഥലമാണത്. അബിയാർ അലി എന്നൊക്കെ പറയപ്പെടുന്ന ആ പ്രദേശം. അതല്ല, നേരിട്ട് നമ്മൾ മദീനയിൽ പോകാതെ നേരെ മക്കത്തേക്കാണ് പോകുന്നതെങ്കിൽ തായിഫിന്റെ മല മടക്കുകളൊക്കെ കയറി ആ നല്ല സുന്ദരമായ സ്ഥലത്തെത്തുമ്പോൾ ഒരു പ്രദേശമുണ്ട്, വാദിസൈൽ എന്ന് പറയുന്ന ആ സ്ഥലമാണ് നമ്മുടെ മീഖാത്ത്, ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക്. അപ്പൊ ഈ മീഖാത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇഹ്റാം കെട്ടേണ്ടതുണ്ട്. അത് ആ മീഖാത്ത് വിട്ട് കിടക്കുന്നതിന് മുമ്പായിരിക്കുക എന്നുള്ളത് അതിന്റെ വാജിബിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ ഫർളും പഠിച്ചു, വാജിബ് എന്താണെന്ന് മനസ്സിലായി. ഇത് അല്ലാത്ത എല്ലാ സംഗതികളും, ദിക്റുകള്, ദുആകള്, മറ്റ് സംഗതികൾ, സൂക്ഷ്മതകൾ, ഇതൊക്കെ സുന്നത്തായ സംഗതികളാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ നമ്മുടെ ഹജ്ജ് ഉംറ വളരെ കൃത്യമായി പൂർത്തിയാകും, ഒരു പ്രയാസമില്ലാതെ. അപ്പൊ നമ്മൾ ഈ ഫർളുകളിലേക്ക് കിടക്കാം. ഒന്നാമതായി ഇഹ്റാം. നമ്മൾ വാദിസൈലിൽ നിന്ന് ആയിരിക്കും ഇഹ്റാം കിട്ടുന്നത്, തായിഫ് വഴി പോയിട്ട്. ഇഹ്റാമിന് ശ്രദ്ധിക്കേണ്ട സംഗതികൾ എങ്ങനെയൊക്കെയാണ്? ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ നമ്മൾ മനസ്സിൽ കാണുന്ന നിയ്യത്തിന് എന്ന് പറയുന്നത്, മനസ്സിൽ കാണുന്ന നിയ്യത്ത്, ഞാൻ ഫർളായ നിസ്കാരം നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന കരുതൽ. ഈ കരുതൽ തന്നെയാണ് ഉള്ളത്. ഹജ്ജിൽ ഈ നിയ്യത്ത് ഉറപ്പിക്കൽ, അത് നാവ് കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്തായ ഭാഗമാണ്. നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് പല രീതിയിലാകാം. ലബ്ബൈക ഉംറത്തൻ ലില്ലാഹി തആല, അല്ലെങ്കിൽ നവൈത്തുൽ ഉംറത ലില്ലാഹി തആല. അത് ഫർളായ ഉംറ, ജീവിതത്തിൽ ഇതുവരെ ഉംറ ചെയ്യാത്തവരാണെങ്കിൽ വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജ് പോലെ തന്നെ ഫർളാണ് ഉംറയും. ചില ആളുകൾ പറയാറുണ്ട് ആദ്യം ഹജ്ജ് പിന്നെ ഉംറ. ഏതാണോ ആദ്യം സാധിക്കുന്നത് അത് ചെയ്യുക ആദ്യം തന്നെ, പിന്നെ ഹജ്ജിന് സാധിക്കുമ്പോൾ ഹജ്ജിനും പോവുക, അതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പം ഉംറയും ഫർളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഫർളായ ഉംറ ഞാൻ നിർവഹിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് തൽബിയത്ത് ചെല്ലുന്ന ഈ ക്രിയയാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി വൃത്തിയാവുക എന്നുള്ളത് തന്നെ. നമ്മളെ സാധാരണ വൃത്തിയാക്കുന്ന രോമങ്ങളും ഇതൊക്കെ വൃത്തിയാക്കി, നഖം, മുടി പോലതെല്ലാം വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടി തയ്യാറാവും. ഈ കുളിക്കുമ്പോൾ അവിടെ വളരെ സൗകര്യത്തോടു കൂടി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, നഖം മുറിക്കലതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു പോകാവുന്ന സംഗതിയാണ്. കുളിക്കുന്നതിന് മുമ്പ് നമുക്ക് എണ്ണ തേക്കാം. അതിനു ശേഷം എണ്ണ തേക്കാൻ പാടില്ല എന്ന് നേരത്തെ കുളിക്കുന്നതിന് മുമ്പേ എണ്ണ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ തേക്കുന്നത് നല്ലതുമാണ്. കാരണം മുടിയൊന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് എണ്ണയ്ക്ക് തേക്കാം.
എന്ന് മാത്രമല്ല, ഈ എണ്ണ തേച്ച് സോപ്പ് ഉപയോഗിച്ച് വളരെ സാധാരണ കുളിക്കുന്നത് പോലെ വൃത്തിയായി ഉരച്ച് തേച്ച് വൃത്തിയായി നല്ല ഈ നിയ്യത്തോടു കൂടി തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്ന നിയ്യത്തോടുകൂടി തന്നെ കുളിക്കാന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ അന്ന് ഇത് കടന്നു പോകുന്ന യാത്രയൊന്നുമല്ലല്ലോ, ദിവസങ്ങളും സമയങ്ങളും മണിക്കൂറുകളും എടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇഹ്റാമിന് വേണ്ടി ഒരു കുളി, മക്കയിൽ പ്രവേശിക്കാൻ മറ്റൊരു കുളി, ഇങ്ങനെ വ്യത്യസ്തമായ കുളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയായി കാണാൻ സാധിക്കും. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനു മുമ്പ് അതിന്റെ നിയ്യത്തോടു കൂടി തന്നെ ഒന്ന് കുളിക്കുക. നമ്മളിപ്പോൾ ജുമാസ്കരിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഒന്ന് കുളിക്കുമ്പോൾ ആ സുന്നത്തായ കുളി എന്ന നിലയിൽ അത് പുണ്യമുള്ള സംഗതിയാണല്ലോ. ആ രീതിയിൽ ജുമായുടെ കുളിക്ക് നമ്മൾ ഒരുങ്ങുന്നത് പോലെ തന്നെ ഒരു കുളി കുളിക്കുക. അതിൽ എണ്ണൊക്കെ തേച്ച് സോപ്പൊക്കെ ഉപയോഗിച്ച് ചകരിയും ഒക്കെ ഇട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൃത്തിയാക്കി കുളിക്കുക. കുളിച്ചിട്ട് പിന്നെ നമ്മൾ കരുതിയിരിക്കുന്ന ഡ്രസ്സ്, പുരുഷന്മാരാണെങ്കിൽ ഒരു മുണ്ട് ഉടുക്കുകയും മറ്റൊരു മുണ്ട് മേളിൽ പുതക്കുകയും ചെയ്യും. ഈ ഉടുക്കുന്ന മുണ്ടിന് ബെൽറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടുകയൊക്കെ ചെയ്യാം. അവിടെ കൂട്ടിത്തുന്നിയ സാധനമൊന്നും പാടില്ല, കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഏക ഇളവ് കൊടുത്തിട്ടുള്ള ഒരു സാധനം ബെൽറ്റാണ്. നമ്മളെ മുണ്ട് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ്. അത് ശേഷം വീതി കൂടിപ്പോയി വിചാരിച്ച വിഷയമൊന്നുമില്ല. അത് പ്രത്യേകം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസിലൂടെ തന്നെ കാണാൻ സാധിക്കുന്ന വിധങ്ങൾ അതിന് ഇളവ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബെൽറ്റ് ഇത് കെട്ടും ഈ പുതപ്പൊക്കെ പൊസിട്ട് മുമ്പേ നിയ്യത്ത്, നമ്മൾ ഇഹ്റാമിൽ കയറിയിട്ടില്ല, ശരീരത്തിൽ തേക്കാവുന്ന സുഗന്ധങ്ങൾ ഉണ്ടെങ്കിൽ തേക്കുക. അല്ലാതെ തൊടാൻ പറ്റിയ തരത്തിലുള്ള സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കുകയും ചെയ്യരുത്. അതായത് ഒരു സുഗന്ധവും പാടില്ല. ഇഹ്റാമിന് മുമ്പും പാടില്ല, ശേഷവും പാടില്ല. പക്ഷെ ഇഹ്റാമിന് മുമ്പ് സുഗന്ധം പറ്റും കുളിച്ചതിന് ശേഷം. ഇവിടെ തലൻ്റെ മുടിയിലോ താടിയിലോ ഒക്കെ ആയിട്ട് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സുഗന്ധങ്ങൾ തേക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുടി രണ്ടായി ചീകിട്ട് തലയുടെ മധ്യത്തിൽ ഞാൻ സുഗന്ധം വെച്ചു കൊടുത്തു, മിസ്ക് വെച്ചു കൊടുത്തു എന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മുടിയിലും താടിയിലൊക്കെ തേക്കാൻ പറ്റിയ നല്ല സുഗന്ധ വസ്തുക്കളും തൈലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് 2 റക്അത്ത് നമസ്കാരമാണ്. ഉലമാക്കൾ ഇവിടെ പറയുന്നത് ഫർദ് നമസ്കാരം ഉടനെ ഉണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് 2 റക്അത്ത് നിസ്കരിക്കേണ്ടതില്ല. തഹിയ്യത്ത് നിസ്കാരം പോലെ തന്നെയാണ്. ഒരു നമസ്കാരാനന്തരം നിയ്യത്ത് ചെയ്യണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, നമ്മൾ ഫർദ് നമസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷം 2 റക്അത്ത് ഇതിനു വേണ്ടി തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഇഹ്റാമിന്റെ മുന്നേ 2 റക്അത്ത് നമസ്കാരം എന്ന് ഒരു സുന്നത്തായ രീതിയിൽ കരുതിക്കൊണ്ട് നിയ്യത്ത് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് നമസ്കാരത്തിന്റെ അതേ സദസ്സിൽ നിന്നു വേണമെങ്കിൽ അങ്ങനെയും നിയ്യത്താകാം. അതല്ല, വാഹനപ്പുറത്ത് കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ അവിടെ പുറപ്പെടുന്ന സമയത്തും ആകാം. കാരണം സഹീഹുൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹ്റാം എപ്പോഴായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് 2 ചർച്ച പറയുന്നുണ്ട്. പല പണ്ഡിതന്മാരും പറയുന്നത് നിസ്കരിച്ച സദസ്സിൽ നിന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം കെട്ടിയെന്നുള്ളതാണ്. ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകം പുറപ്പെടുന്ന സമയത്തായിരുന്നു ഇഹ്റാം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒച്ചയിൽ തൽബിയത്ത് ചൊല്ലിയത് ഒട്ടകപ്പുറത്തു നിന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൽബിയത്ത് കേട്ടത് പരസ്യമായി ആളുകൾ കേട്ടത് അവിടെ നിന്നാണ്. അപ്പൊ 2 ആകാം. അതല്ല, നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ നിസ്കരിച്ച സദസ്സിൽ തന്നെ ലബ്ബൈക ഉംറത്തൻ അല്ലെങ്കിൽ നവൈത്തുൽ ഉംറത്തലില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ കരുതുന്ന ആ കരുതൽ, അതാണ് ഉംറ അല്ലെങ്കിൽ ഇഹ്റാം. പിന്നെ അതിന് ഉടനെ തൽബിയത്ത് ചെല്ലുക എന്നുള്ളത് അതിൻ്റെ ആദാബുകളിൽ പെട്ടതാണ്. ഇങ്ങനെ നിയ്യത്ത് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു. ഈ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ഉടനെ ഇനി നമ്മൾ തൽബിയത്തിലായിട്ട് മുഴുകുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ കാണുമ്പോൾ, അവസ്ഥകൾ വ്യതിയാനം ഉണ്ടാകുമ്പോൾ എന്നൊക്കെ വാഹനം കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, പിന്നെ വാഹനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൽബിയത്തിൽ നിരതമായിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ തളരും, നല്ല നിർത്തി വെക്കാം, ഉറങ്ങുകയൊക്കെ ചെയ്യാം. പക്ഷേ ചില പ്രത്യേക അവസരങ്ങളിൽ, അതായത് സുഹൃത്തുക്കളുമായി സന്ധിക്കുമ്പോൾ വേഗം അന്വേഷണവും വർത്താനം ചൊരിയും പറയാതെ കൂടിമുട്ടുമ്പോൾ ഈ തൽബിയത്തിലുള്ള നാരണത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകം അവസരങ്ങളിലൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കുക.
മാറ്റമുണ്ടാകുന്ന അവസരങ്ങളിലൊക്കെ ഈ തൽബിയത്ത് നമ്മൾ തുടർന്നുകൊണ്ടേ പോകണം. ഏതുവരെ? തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത്, ഉംറയുടെ തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത് തവാഫ് തുടങ്ങുമ്പോഴാണ്. കാബയിൽ ഹറമിൽ പ്രവേശിച്ചു, ഹറമിന്റെ പള്ളിയുടെ ഉള്ളിൽ നിന്ന് വരെ നമ്മൾ തൽബിയത്തിൽ കൊണ്ട് പള്ളിയിൽ പോലും പ്രവേശിച്ചു, കുറച്ചു ദൂരം കടന്ന് നമ്മൾ മതാഫും കടന്നിട്ട് തവാഫിന് വേണ്ടി നമ്മൾ തുടക്കം സമയത്ത് തൽബിയത്ത് നിർത്തിവെക്കാവും. കൂടി പിന്നെ തൽബിയത്തില്ല. ഇതേ രീതിയിൽ തന്നെ ഹജ്ജിന് ഇറാൻ കെട്ടിക്കലും ഉടനീളം തൽബിയത്താണ്. അറഫയിലും മുസ്തലിഫയിലും ഒക്കെ തൽബിയത്താണ്. എപ്പോഴെല്ലാം സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടുന്നു അപ്പോഴും വാഹനത്തിൽ കയറുമ്പം, വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പം, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും കാറ്റം കയറുമ്പം, കാറ്റിറങ്ങുമ്പം, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ മേഖലകളിലൊക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. തൽബിയത്ത് അവിടെ അവസാനിപ്പിക്കപ്പെടുന്നത് ജംറത്തുൽ അഖബയിൽ പെരുന്നാളിന്റെ അന്ന് പോയിട്ട് കല്ലേറങ്ങോട്ട് തുടങ്ങുമ്പോൾ തൽബിയത്ത് അവസാനിപ്പിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തൽബിയത്തില്ല. തൽബിയത്ത് ഹജ്ജിൽ തൽബിയത്തിന്റെ പരിസമാപ്തി അവിടെ വരെയാണ്. എന്നതുപോലെ തവാഫ് അങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയം തൊട്ട് മുമ്പ് തൽബിയത്ത് നിർത്തുക. അതുവരെയും തൽബിയത്തിൽ നിരതമായിരിക്കണമെന്നാണ്. പിന്നെ നമ്മൾ ഇഹ്റാമിലായതുകൊണ്ട് എന്ത് ചെയ്യണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൊതുവേ നമുക്കൊരു സ്വഭാവമുണ്ട്, വെറുതെ ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്ത് മൂക്കിലും ചെവിമേലൊക്കെ ഇങ്ങനെ കൈ പോകും, എന്നിട്ട് മുടിയും മറ്റുമൊക്കെ പറിക്കാൻ തുടങ്ങും. മൂക്കിൽ കൈയിടുന്ന സ്വഭാവ കക്ഷിയിലുള്ള ആളുകൾ വെറുതെ അറിയാതെ ഇങ്ങനെ വന്നു പോകും. പിശാച് ഇതിൽ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപിടിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ ഉണർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തുണ്ടാകും ചില നമ്മളുടെയും അവരുടെയും കുടുംബത്തിൽ പരസ്പരം വളരെ നല്ല യോജിതരാകുന്ന സ്ത്രീ പുരുഷന്മാരൊക്കെ നമ്മൾ കണ്ടെത്തും. അപ്പൊ നമുക്ക് തോന്നും, ഓനോടൊന്ന് ഞാൻ എൻ്റെ പെങ്ങളെ ഓൻ്റെ അഞ്ചനോടൊന്ന് കല്യാണം കഴിപ്പിക്കാനായിട്ട് സംസാരിച്ചു നോക്കിയാൽ എന്താന്ന് തോന്നും. പ്രത്യേകിച്ച് ഹജ്ജിൽ കൂടുതലായി നടക്കാറുണ്ട്. കാരണം ഒരു റൂമിൽ കുറേ കാലം ജീവിക്കുമല്ലോ. അപ്പോൾ കുറേ ദിവസം ജീവിക്കുമ്പോൾ കുടുംബത്തെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി അറിയുമ്പം സ്വാഭാവികമായിട്ട് ചിന്ത വരും ഇങ്ങനെ സംസാരിച്ചു നോക്കാൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നിക്കാഹ് പാടില്ല എന്നത്രല്ല, നിക്കാഹുമായി ബന്ധപ്പെട്ട വിവാഹാന്വേഷണങ്ങളും വൈവാഹികവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വരെ നിർത്തണം എന്നാണെന്നുള്ളത്. വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. റഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര സംഗതികളാണ്. അത് മുഴുവൻ നിർത്തണം. ഖിത്ബത്ത് പാടില്ല, നിക്കാഹ് പാടില്ല, അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വസ്ത്രം നമ്മൾ ഏതായാലും ശ്രദ്ധിക്കുന്നതല്ലേ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുരുഷന്മാരെ പോലെ ഈ വസ്ത്രത്തിലുള്ള വലിയ ശ്രദ്ധ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായ മറ വേണം എന്നുള്ളത് മാത്രം. കാരണം തവാഫ് എന്ന് വരാൻ പോകുന്ന സംഗതി അവർക്ക് നിസ്കാരം പോലെയാണ്. അതുകൊണ്ട് തവാഫിന് ഒരുങ്ങുക എന്ന നിലക്കാണത്. അല്ലാത്ത മറയൊക്കെ അവരുടെ സാധാ ജീവിതത്തിലുള്ള മറ തന്നെയാണ്. അല്ലാതെ ഇഹ്റാമിനായിട്ട് പ്രത്യേക മറയൊന്നും പെണ്ണുങ്ങൾക്കില്ല. പിന്നെ നിസ്കാരത്തിന് ഒരുങ്ങുമ്പം നമ്മൾ എങ്ങനെയൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത്, മുടി, കാല് ഇതൊക്കെ മറച്ചുകൊണ്ട് നിസ്കരിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാം നമസ്കാരത്തിൽ ഔറത്തെന്നതുപോലെ തവാഫിലും വളരെ കണിശമായി ഔറത്ത് മറക്കൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സദാസമയത്തുള്ള ഔറത്ത് എന്തോ അത് തന്നെയാണ് ഹജ്ജിലും ഉംറയിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തവാഫിലാണ് അവർക്ക് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. തവാഫ് നിസ്കാരം പോലെ ഒരു ഒതുങ്ങിയ സംഗതിയല്ല, കുറച്ച് ഓടും നടക്കുകയൊക്കെ ചെയ്യേണ്ട സംഗതിയാണ്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം, വെളിവാകാതിരിക്കാൻ എന്നത് മാത്രം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൂട്ടി തുന്നപ്പെട്ട വസ്ത്രം, ഈ കൂട്ടി തുന്നപ്പെട്ട എന്ന് പറഞ്ഞ മിഷനടി വരാത്ത തുന്നലിനല്ല. ചില നാടകൾ നമ്മളൊക്കെ ഡ്രസ്സിന്റെയും വക്കൊക്കെ ചാച്ചിട്ടുണ്ടാവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അവയവത്തെ പൂർണ്ണമായി കവർ ചെയ്യുന്ന ഒരു വസ്ത്രം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ചെറിയ അവയവമാണെങ്കിൽ പോലും ഒരു കയ്യൊറ, ഗ്ലൗസ് പാടില്ല. ഒരു ബനിയൻ അല്ലെങ്കിൽ ഒരു സോക്സ്, ഒരു അവയവത്തെ പൂർണ്ണമായും കവർ ചെയ്യുന്ന ഒരു വസ്ത്രവും പാടില്ല. അത് മെഷീനിലൂടെ തുന്നപ്പെട്ട ഒരു വസ്ത്രമാണെങ്കിലും ശരി, ബട്ടൺസ് ഇട്ടിട്ട് കോർത്ത് തുന്നപ്പെട്ടതാണെങ്കിലും ശരി, വല്ല സൂചി പോലുള്ള നാടകൾ കൊണ്ട് സൂചി കൊണ്ട് കുത്തി ചേർക്കപ്പെട്ടതാണെങ്കിലും ശരി, അതല്ല കയറ് കഷ്ണങ്ങൾ കൊണ്ട് കൂട്ടിക്കെട്ടപ്പെട്ടതാണെങ്കിലും ശരി, ഒന്നും പാടില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം പലപ്പോഴും നമ്മൾ ഈ പറയപ്പെട്ട വാദിസയിലും അതേപോലെ തന്നെ ഈ മീഖാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പല വ്യത്യസ്ത നാട്ടുകാരെ കാണാൻ സാധിക്കും. ഇംഗ്ലീഷുകാരും മറ്റു പല ആളുകളും ഉണ്ടാവാറുണ്ട്. ഇതൊന്നും അറിയാതെ വരും. വന്നിട്ട് കാണാം അവിടുന്ന് 2 ഉറുപ്പിക എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 ഒരു ഡസൻ പിന്നിട്ടും. ആ പിന്ന് കാപ്പുത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ,
വലിയ വലിയ പിന്നുകളോട് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ പറഞ്ഞ് ഇപ്പം മുഴുവൻ അയപ്പിച്ചു 2 ഇംഗ്ലീഷുകാരെ കൊണ്ട്. അവര് ഇങ്ങോട്ട് കുത്തിയിട്ട് സംഗതി ഇപ്പം നിലവിൽ അത് വെറും തുണിയാണെങ്കിലും അത് ഒരു കുപ്പായം പോലെ ഇങ്ങോട്ട് ആക്കുകയാണ്. ഒരുത്തൻ മറ്റൊരാൾക്ക് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്ത് ശരിക്കും ഇങ്ങോട്ട് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുപ്പായത്തിന്റെ ഫലമായി. അപ്പൊ അത് പാടില്ല, പിന്നും പാടില്ല, കെട്ടാനും പാടില്ല, കൂട്ടി തുന്നാനും പാടില്ല, ഇതൊന്നും പാടില്ല. ഒരു 2 വസ്ത്രം അത് ഓപ്പൺ ആയിരിക്കണം, പൊതിയാൻ പറ്റിയ സാധനമായിരിക്കണം. ഇത് നമ്മൾ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇൽത്തിബാ എന്ന് പറഞ്ഞ തോള് കക്ഷം വെളിവാക്കിക്കൊണ്ടുള്ള ഒരു വേഷം നിങ്ങൾക്ക് ഫോട്ടോയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വേഷം അവിടുന്നേ തുടങ്ങി പോയിട്ട് തണുപ്പൊക്കെ ഉള്ള നമ്മൾ ഇത് തവാഫ് തുടങ്ങുന്നതിന്റെ കുറഞ്ഞ നിമിഷങ്ങൾക്ക് മുമ്പ് ചെയ്താൽ മതി. തവാഫിൽ മാത്രമാണ് അതുള്ളൂ, സയ്യിൽ പോലും ഇല്ലത് എന്ന് പറഞ്ഞാൽ സുന്നത്താണത്. ഇൽത്തിബാ, റംല് എന്നൊക്കെ പറഞ്ഞ് തവാഫിൽ സുന്നത്തായ സംഗതികളുണ്ട്. അത് വേഷത്തിലുണ്ട്. വലത്തെ കക്ഷം തുറക്കുകയും 2 വസ്ത്രത്തിന്റെ ഈ പുതക്കുന്ന വസ്ത്രത്തിന്റെ 2 അറ്റവും ഇടത്തെ കക്ഷത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന ഈ പൂണൂൽ വേഷം എന്ന് പറയുന്ന ഈ വേഷം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തോളിന്റെ ഭുജത്തിന്റെ ശക്തിയും യുക്തി എല്ലാം കാണിച്ചുകൊണ്ട് അന്ന് മക്ക മുശ്രിക്കീങ്ങളെ മക്ക ഫതഹിന്റെ അന്ന് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുസ്ലിം സമുദായത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടി അന്ന് കാണിച്ചു കൊടുത്ത ഒരു ഹിക്മത്തായിരുന്നു, അല്ലാഹുവിന്റെ ഇടപെടലായിരുന്നു. അതങ്ങനെ തുടരുകയാണ്. എല്ലാം തുടരലാണല്ലോ. സഫാ മർവക്കിടയിലുള്ള ഓട്ടം വരെയും ഒരു ഹാജറ ബീവിയുടെ ഓട്ടത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ അന്ന് മുതലാണ് ഇത് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇത് തവാഫിൽ മാത്രമേ സുന്നത്തുള്ളൂ. പൂണൂൽ വേഷം തന്നെ സാധനം അത് അവിടുന്ന് തുടങ്ങിയാൽ മതി. അവിടുന്ന് ഒന്ന് തോളെടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വെച്ചാൽ മതി പൂണൂൽ വേഷം എന്നുള്ളത്. പിന്നെ ബാക്കി ശ്രദ്ധിക്കേണ്ട സംഗതികളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏതായാലും ബസ്സിലൊക്കെ പോകുന്നിടത്ത് നമ്മൾ ജീവജാലങ്ങളെ ഒന്നും കൊല്ലാൻ ഏതായാലും പോകുന്നില്ല, വേട്ടയാൻ പാടില്ല എന്നൊക്കെ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എവിടെന്നെങ്കിലുമൊക്കെ അല്ല ഹോട്ടലിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ സുഗന്ധമുള്ള ഐസ്ക്രീം, അതേപോലെ തന്നെ ബിരിയാണി, സുഗന്ധം പാടില്ല എന്ന് പറഞ്ഞില്ലേ? സുഗന്ധം പാടില്ല, സുഗന്ധം അത്ര മേലെയാക്കരുത് എന്ന് മാത്രമല്ല പറഞ്ഞത്. സുഗന്ധം ഇരിക്കരുത്, ചുംബിക്കരുത്, സുഗന്ധമുള്ള വസ്തു ഉപയോഗിക്കരുത്, തിന്നരുത്. അപ്പോൾ ഹോട്ടലുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത്തരം സാധനങ്ങളൊന്നും പോയി വാങ്ങുകയും ചെയ്യരുത്. സാധാരണ ഭക്ഷണം നമ്മൾ ആ സമയത്ത് കഴിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഈ റോസ് വാട്ടറൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന തരത്തിലൊക്കെയുള്ള സുഗന്ധ വസ്തുക്കൾ ഒഴിച്ച ബിരിയാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് തിന്നരുത് തന്നെ അർത്ഥം. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ പോയ ഉടനെ തന്നെ ആദ്യമായി ചെയ്യുന്ന കർമ്മം തവാഫിലേക്ക് പോകലായിരിക്കും. പക്ഷേ മക്കത്തെത്തി നമ്മൾക്ക് ആദ്യമായി പോകുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും ഏറ്റവും ആദ്യം എൻ്റെ അമൽ കാബാലത്തിലേക്ക് പോലെ, എന്നിട്ട് പതിവാക്കിയുള്ളതൊക്കെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. നിങ്ങളെ ചരക്കും സാധനങ്ങളും നിങ്ങളെ കൂടെയുള്ള ലഗേജുകളും ഇതൊക്കെ സ്വസ്ഥമായിട്ട് റൂമിലും ലോഡ്ജിലൊക്കെ എത്തിച്ചതിന് ശേഷം ആശ്വാസത്തോടു കൂടി പോയാൽ മതി. അത് ഇന്ന് അവിടെ എത്തി നമ്മൾ രാത്രി വലിയ ക്ഷീണത്തിലാണ്, രാത്രി അവിടെ കിടന്നുറങ്ങാം, രാവിലെ പോയി തവാഫ് ചെയ്താലും മതി. ഏറ്റവും നല്ലത് വേഗം ചെയ്യാൻ പറ്റുമെങ്കിൽ ദാഹത്തുണ്ടെങ്കിൽ വേഗം പോവുക ഏറ്റവും നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഒന്ന് താമസം എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ക്ഷീണമുള്ള ആളുകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, പ്രയാസമുള്ളവരൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി, യാത്രയുടെ ക്ഷീണമൊക്കെ മാറ്റി അനായാസത്തോടു കൂടി ചെയ്യാൻ പറ്റിയ സമയം നോക്കിക്കൊണ്ട് മറ്റു സമയത്തേക്ക് മാറ്റാം. അതല്ല നമ്മൾ നേരെ തന്നെ പോവുകയാണെങ്കിൽ അങ്ങനെയും പോകാം. ഏതായാലും റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് തവാഫിന് വേണ്ടി പോകുന്നത്. തവാഫ് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുന്നത് അല്ലാഹുവിൻ്റെ മസ്ജിദുൽ ഹറമിലാണ്. മസ്ജിദുൽ ഹറമിൻ്റെ ബാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാബിലൂടെ ആയിരിക്കും ഏറ്റവും അഫ്ളലായ പ്രവേശനം. ഏത് ഭാഗത്തൂടെ കയറിയാലും, കാരണം ആ ബാബിലൂടെ കയറി ചെന്നാൽ നേരെ നമുക്ക് നടന്നാൽ ഹജറുൽ അസ്വദിൻ്റെ റുക്കിനിലേക്ക് എത്തും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ അമൽ അവിടെയാണ്. അതുകൊണ്ടാണ് ആ വാതിലൂടെ പോകുന്നത് പുണ്യമുണ്ടെന്ന് പറയാൻ കാരണം. മസ്ജിദുൽ ഹറമിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ പള്ളികളിലും കയറുന്നത് പോലെ തന്നെ ചെല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തും ചൊല്ലിയിട്ട് കൊണ്ട് കയറുക. ദിക്റ് ദുആയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്കിലെറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ കയ്യിലെത്തിക്കും. ഉള്ള വാരിദായ ഹദീസിലൂടെ വന്നിട്ടുള്ള ചില ദിക്റുകളൊക്കെ ഉള്ളത് ചൊല്ലി നമ്മൾ ആദ്യത്തെ കയറി ചെല്ലുമ്പം തന്നെ ഇപ്പോൾ വളരെ സൗകര്യപ്പെടുത്തിയത് കൊണ്ട് തവാഫ് ചെയ്യുന്ന സൈ ചെയ്യുന്ന ആളുകളെ മുറിച്ചടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. സഫാ മർവക്കിടയിൽ സൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തേക്കായിരിക്കും നമ്മൾ ഹറമിൻ്റെ പള്ളിയിൽ ആദ്യം കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ അതൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് നേരെ കയറി ചെല്ലാൻ കഴിയും. ചെന്ന് നമ്മൾ നേരെ നടന്നു പോവുക. നടന്ന് കാബ ഷരീഫിനെ നമ്മളെ ദൂരെ നിന്ന് തന്നെ ഹറമിൻ്റെ ഉള്ളിലൂടെ എവിടെ നിന്നാണോ കാണുന്നത്, ആദ്യമായി കാബാലയത്തെ നമ്മുടെ ദൃഷ്ടിയിൽ പതിയുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വബിറ വസിദ് മൻ ശറഫഹു വഅല്ലമഹു മിമ്മൻ ഹജ്ജഹു വയതമറഹു തശ്രീഫൻ വതക്രീമൻ വതഅലീമൻ വബിറ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം എന്ന ഈ പ്രാർത്ഥന വന്നു. ആ പ്രാർത്ഥനയും അതിനോടൊപ്പം നമുക്ക് വളരെ പ്രബലമായ ചില സംഗതികൾ, നമ്മുടെ മനസ്സിൽ കാണുന്ന സംഗതികളൊക്കെയും പ്രത്യേക അത്തരം സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കാണുക. ആദ്യമായി കാബാലയം നമ്മുടെ ദൃഷ്ടി പതിയുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ വിതാപത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവിടെ എത്തിക്കാം. നേരെ കാബയിലേക്ക് അവിടെ ഓടിയടി ചെല്ലണ്ട, അവിടെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥന നടത്താം. എന്നിട്ട് സാവകാശം നമ്മൾ റുക്ന് ഹജർ മൂലയുടെ ഭാഗത്തേക്ക് ചെല്ലും. എന്നിട്ട് കഴിയുന്ന ഫ്രീ ഉള്ള സമയമാണെങ്കിൽ ആദ്യത്തെ അമൽ ഇതാണ്. തവാഫിന് മുമ്പേ ഉള്ള അമൽ ഹജറുൽ അസ്വദിനെ പോയി ചുംബിക്കുക എന്നുള്ളതാണ്. ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക എന്നുള്ളത് തവാഫിന്റെ അമലിൽ പെട്ടതൊന്നുമല്ല, അത് വേറെ തന്നെയാണ്. അപ്പൊ ആദ്യമായി ഏറ്റവും നല്ല ഒരു അമൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ശൈലി അതാണ്. പക്ഷെ അതിന് പറ്റൂലെങ്കിൽ നമ്മളത് ഒഴിവാക്കും. അപ്പൊ ആദ്യത്തെ അമൽ തവാഫ് ഹജറുൽ അസ്വദിനെ ചുംബിക്കലാണ്. അതിന് പറ്റാത്തവര് കൈ കൊണ്ടെങ്കിലും ഇഷാറ കാണിച്ചുകൊണ്ട് കൈ ഒന്ന് ഇങ്ങനെ ചുണ്ടിൽ വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇസ്തിലാമുൽ ഹജർ എന്ന് പറയും. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ അങ്ങോട്ട് നീട്ടിട്ട് കൈ മുത്താൻ. ഇത് തവാഫല്ല. ഈ ഒരു അമൽ നിർവഹിച്ചതിന് ശേഷം തവാഫ് തുടങ്ങും. തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ സംഗതികളുണ്ട്. ഒന്നാമതായി തവാഫിന്റെ വാജിബാത്തുകൾ എന്ന് പറയുന്ന കുറച്ച് സംഗതികളുണ്ട്. തവാഫിന്റെ വാജിബാത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമസ്കാരത്തെ പോലെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് തവാഫ്. നേരെ വെച്ച് സഫാ മറുവക്കുള്ള ഓട്ടത്തിൽ അങ്ങനെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഒന്ന്, ഔറത്ത് മറച്ചിരിക്കണം, വെളിവാകാൻ പാടില്ല. ഒന്നാമത്തെ വാജിബാണിത്. രണ്ട്, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധമായിരിക്കണം, വുളു വരെ ഉണ്ടായിരിക്കണം. ഔറത്ത് മറക്കണം, നമസ്കാരത്തിൽ ഉള്ളതുപോലെ തന്നെ ചെറുതും വലുതുമായ ഹദസുകളിൽ നിന്നും ശുദ്ധിയാകണം. മൂന്നാമത്തത് നജസിൽ നിന്നും ശുദ്ധിയാകണം. ശരീരത്തിലോ വസ്ത്രത്തിലോ മൂത്രോ രക്തമോ പോലുള്ള അങ്ങനത്തെ സംഗതികളൊക്കെ ഇല്ലാതാകണം. തവാഫ് നമ്മൾ തവാഫ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലത്തും അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ ചവിട്ടി നടക്കരുത്. അത് പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ആളുകൾ ഒന്ന് അടുത്ത സേവകന്മാർ വന്നുകൊണ്ട് വൃത്തിയാക്കുന്നവരെ നമ്മളൊന്ന് കാത്തിരിക്കുക, അല്ലെങ്കിൽ വഴിമാറി നടക്കുക. ഇങ്ങനെ സംഗതികളുണ്ട്. മറ്റൊന്ന്, തവാഫ് ചെയ്യുക എന്നുള്ളത് അത് പള്ളിയിലാവുക എന്നുള്ളതാണ്. അതൊരു നിബന്ധനയാണ്. ഇനി മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന പള്ളി, കാബാലയത്തിന്റെ ചുറ്റുഭാഗം നിർമ്മിക്കപ്പെട്ട പള്ളി എത്ര വിശാലമാക്കപ്പെട്ടോ അത്രയും കാലത്ത് അത്രയും അതിൻ്റെ ഉള്ളിൽ തവാഫ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം. പള്ളിൻ്റെ ഉള്ളിലായിരിക്കണം. ഇപ്പോൾ റോഡ് സൈഡിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട് വാഹനത്തെ ചുറ്റിയാൽ പറ്റൂല. ഹറമിൻ്റെ പള്ളിൻ്റെ അപ്പുറത്ത് ഒരു വാഹനത്തിന് ഇങ്ങനെ കറങ്ങി തവാഫാവില്ല. മസ്ജിദ് എത്ര വിശാലമാക്കിയാലും ശരി, ഹറമിൻ്റെ പള്ളി എത്ര വിശാലമാക്കിയാലും ശരി, അതിലെവിടെയും നിന്ന് കാബാലയത്തെ ചുറ്റാം. മസ്ജിദിൽ ആയിരിക്കൽ ഒരു ഫർളാണ്. മറ്റൊന്ന് 7 ചുറ്റൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. 7 7 കൂടെ ചുറ്റി പൂർത്തിയാക്കുമ്പോഴാണ് ഒരു തവാഫാകുന്നത്. മറ്റതിന് തൗഫത്ത് എന്നൊക്കെ പറയുള്ളൂ. ഒരു ചുറ്റലിന് ഒരു തൗഫത്ത്, രണ്ടാമത്തെ ചുറ്റലിന് മറ്റ് രണ്ടാമത്തെ തൗഫത്ത്. ഇങ്ങനെ 7ാമത്തെ തൗഫത്ത് പൂർത്തിയാകുമ്പോഴാണ് ഒരു തവാഫും അമിലയാകുന്നത്, ഒരു പൂർണ്ണമായ തവാഫായി തീരുന്നത്. മറ്റൊന്ന്, ഹജറുൽ അസ്വദിലും തുടക്കം ഹജറുൽ അസ്വദിൽ നിന്നായിരിക്കണം. അപ്പൊ അതെങ്ങനെ തുടങ്ങണം? ആ തുടക്കം ഞാനൊന്ന് പറയാം. ഹജറുൽ അസ്വദിലേക്ക് നമ്മുടെ മുഴുവൻ ശരീരത്തെയും അഭിമുഖമായി നിർത്തണം എന്നാണ്. അതിന് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ഞാൻ പറയുന്ന ഈ മനാസിക്കുൽ ഹജ്ജ് എന്ന കിതാബിൽ പറയുന്നത്, നമ്മൾ ആദ്യമായി നിൽക്കുമ്പം ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ ആ കല്ല് നിലകൊള്ളുന്നത് ഒരു കോർണറിലാണ്.
അത് വലത്തെ ഭാഗത്തേക്ക് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഭാഗത്തേക്ക് പകുതി കിടക്കുന്നുണ്ട്, പകുതി ഈ ഭാഗത്തേക്കും കിടക്കുന്നുണ്ട്, ഇടതുവശത്തായിട്ടും നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നിൽക്കേണ്ടത് എവിടെ നിൽക്കണം? അതിൻ്റെ ഏത് എൻഡിൽ നിൽക്കണം? ഹജറുൽ അസ്വദിന്റെ നേരെ മുമ്പിലല്ല നിൽക്കേണ്ടത്. നമ്മൾ തവാഫ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഹജറുൽ അസ്വദ് പൂർണ്ണമായും നമ്മുടെ വലതുവശത്താണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിർത്തണം. ഹജറുൽ അസ്വദ് പൂർണ്ണമായും നമ്മളുടെ വലതുവശത്തായിട്ട്, അതായത് നമ്മളുടെ വലത്തെ തോള് ഹജറുൽ അസ്വദിന്റെ തുടക്കത്തിലാകണം. പിന്നെ നമുക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ഹജറുൽ അസ്വദിനെ പൂർണ്ണമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ ചെയ്യും. ഇങ്ങനെ നിൽക്കാനാ പറഞ്ഞത്, കുറച്ച് തെറ്റി നിൽക്കാൻ. ഹജറുൽ അസ്വദിന്റെ ആ മൂല നമ്മളുടെ വലതു ഭാഗം ഹജറുൽ അസ്വദ്, നമ്മൾ അതായത് തവാഫ് ചെയ്ത് ഇങ്ങനെ അവസാനിച്ച് വരുമ്പോൾ അതിന്റെ അവസാനത്തെ റുക്കുന് പറയും, റുക്കുന് യമാനി എന്ന് പറഞ്ഞ റുക്കുനുണ്ട് അവസാനത്തെ കോർണറിന്. ആ റുക്കുന് യമാനിന്റെ ഭാഗത്തേക്ക് കുറച്ച് നമ്മൾ മാറി നിൽക്കുക ഹജറുൽ അസ്വദിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ വലത്തെ ഭുജം ഹജറുൽ അസ്വദിന്റെ തുടക്കത്തിലായിരിക്കും. ഹജറുൽ അസ്വദിന്റെ അടുത്താ നിൽക്കുന്നതെങ്കിൽ, ദൂരെ ആകുമ്പോൾ ഏകദേശം നമ്മൾ കണക്കൂട്ടി നിൽക്കുക. എന്നിട്ട് ഹജറുൽ അസ്വദ് തീരുന്നത് വരെയും അതിനോട് അഭിമുഖമായിക്കൊണ്ട് 1-2 സ്റ്റെപ്പ് വെച്ച് നീങ്ങുക. ഇങ്ങനെ നീങ്ങുക എന്നുള്ളത് അത് വാജിബ് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ടെങ്കിലും ഇമാം ഷാഫി റളിയല്ലാഹു തആല പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അത് അതിന്റെ ആദാബുകളിലും സുന്നത്തിൽപ്പെട്ടതാണ്. പക്ഷെ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? നിയ്യത്ത് വേണം. ഇനി എന്തിനാ നിയ്യത്ത്? ഈ നിയ്യത്ത് നമ്മൾ തവാഫാണ് ചെയ്യുന്നത് എന്നുള്ള ഓരോ നിയ്യത്തും വേണോ വേണ്ടേ? തവാഫിന്റെ സമയത്ത് ഇപ്പം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കാരത്തിലേക്ക് കിടന്നു. നിസ്കാരത്തിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി സുജൂദിന് വേറെ നിയ്യത്ത്, റുക്കുവിന് വേറെ നിയ്യത്ത്, ഇങ്ങനെ ഓരോന്നോരോ നിയ്യത്താ വേണ്ടില്ല. നമ്മളെ നിയ്യത്ത് അവിടെ നിന്ന് തുടങ്ങിയില്ലേ? ഇഹ്റാമിൽ നിന്നല്ലേ നിയ്യത്ത്. പിന്നെ അതിൻ്റെ ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഓരോ നിയ്യത്ത് വേണോ? അപ്പൊ ഈ നിയ്യത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അല്ലാത്ത വേറെ കുറെ തവാഫ് നമ്മൾ ചെയ്യും. ഈ തവാഫിന് ശേഷം സുന്നത്തായ തവാഫുകൾ ചെയ്യാം. അതേപോലെ തന്നെ ഹജ്ജിലാണെങ്കിൽ ഒട്ടനവധി തവാഫുകളുണ്ട്. ഖുദൂമിന്റെ മറ്റേ തവാഫുൽ ഇഫാദത്തുണ്ട്, തവാഫുൽ വിദാ ഉണ്ട്. അതുകൊണ്ട് വേർതിരിക്കാനുള്ളൊരു നിയ്യത്ത് വേണം. ഇത് എൻ്റെ ഫർളായ തവാഫാണ് എന്നൊരു നിയ്യത്ത്. അതല്ലെങ്കിൽ നിയ്യത്ത് മറ്റൊന്നായി പോകാതെ ശ്രദ്ധിക്കണം. അത് നിസ്കാരത്തിനും പറഞ്ഞിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാള് സുജൂദ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അയാളെ നിയ്യത്ത് ഒരു കുട്ടിയാട് വീണ് അതിന് പിന്നെ ഒരു സുജൂദാക്കി. അത് പറ്റൂലല്ലോ. അപ്പൊ നമ്മളെ അതല്ല തിരിച്ചു വിടുന്ന അതും സാരിഫാറുന്നുണ്ട്. മറ്റു നീയത്തിലേക്ക് വിടുന്ന ഒന്നും ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഇവിടെയും ബാധകമാണ്. നമ്മൾ വേറെ ആരാ പിടിക്കാൻ വേണ്ടിയാണ് നടക്കുക. നടന്ന് പെണ്ണുങ്ങളാട് കുറച്ചായിട്ട് പോയി അല്ലെങ്കിൽ കുട്ടി അങ്ങോട്ട് പോയി എന്തോ കുട്ടിയൊന്നും പറഞ്ഞിട്ടാണ് പോയിട്ട് നമ്മൾ പോയിട്ട് പിന്നെ മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് കുട്ടീനെ കെട്ടിയത്. കുട്ടീനെ കൈ കെട്ടി, ഇനി ഇവിടുന്നാട് നടന്നാളാ എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അപ്പൊ അതുകൊണ്ടാണ് മറ്റു നിയ്യത്തുകളൊന്നും ഉണ്ടാകരുത്. നിയ്യത്ത് ഇത് ഉണ്ടാകുമോ? അത് നിസ്കാരത്തിനും ബാധകമാണ്. പെട്ടെന്നൊരു തേളിനെ കണ്ട് നമ്മൾ തലയുടെ ഒന്നിച്ച് ഏതായാലും ഇനിയിപ്പോ സുജൂദിൽ ഒരു തസ്ബീഹ് കിട്ടിയല്ലോ, അവിടെ നീച്ചാളാന്ന് പറഞ്ഞിട്ട് ഇനി സുജൂദി പൂർത്തിയാക്കണ്ടെന്ന് മലക്കുള്ള നീച്ചാൽ അത് സുജൂദ് എന്നുള്ള ഇത്തിദാലായിട്ട് അതിന് ഖിയാമായിട്ട് കണക്കാക്കപ്പെടുകയില്ല എന്ന് ഫിഖ്ഹിന്റെ കിതാബുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതാണ് ഇവിടെയും. അതേപോലെ തന്നെ നമ്മൾ അതിന് ശേഷം പല തവാഫും ചെയ്യും. തവാഫ് മുസ്തഖില്ലായ ഒരു സുന്നത്താണ്, സ്വയം ഒരു സുന്നത്തായ കർമ്മമാണ്. വീണ്ടും വീണ്ടും ഇഷ്ടം പോലെ ചെയ്യാം, 2 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരം പോലെ. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം? ഇവിടെ വെച്ചുകൊണ്ട് നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഹജറുൽ ആ ഘട്ടത്തിൽ നിയ്യത്ത് വേണം.